സമ്പന്നമായ സാംസ്കാരിക അടിത്തറയുള്ള ഒന്നാണ്. അതിൻ്റെ ഭൂതകാലം സമ്പന്നമായൊരു ഭൂതകാലമാണ് തൃപ്പൂണിത്തുറ നഗരത്തിനുള്ളത്. നമ്മൾ കാണേണ്ടത് 1391 നമ്മുടെ മുസിരീസ് പട്ടണം തകർന്ന് അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടപ്പോൾ ഇവിടെ നിലനിന്നിരുന്ന ഒരു നഗരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു നഗരമാണ് ക്ഷേത്ര നഗരമായിരുന്ന ഈ തൃപ്പൂണിത്തുറ. നമ്മുടെ വൈപ്പിൻ കരയുടെ തീരപ്രദേശങ്ങൾ, അവിടെ ഉണ്ടായിരുന്ന കാളമുക്കിലും മാലിപ്പുറത്തും ഞാറക്കലും അന്ന് തുറമുഖമുണ്ടായിരുന്നു. നമ്മുടെ ഈ സമുദ്ര വ്യാപാരങ്ങൾ, നമ്മുടെ കേരളത്തിൻ്റെ സുഗന്ധദ്രവ്യങ്ങളുടെ വ്യാപാരം, അതുപോലെ സമുദ്ര വ്യാപാരമെല്ലാം നടന്നിരുന്നത് ആ തുറമുഖങ്ങൾ വഴിയാണ്. നമ്മുടെ ഈ ക്ഷേത്ര നഗരവുമായി ബന്ധപ്പെട്ട് കൂടിയാണ് അതിൻ്റെ കയറ്റിറക്കുമതി കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വ്യാപാരങ്ങൾ, ഇടപാടുകളെല്ലാം നടന്നിരുന്നു. യൂറോപ്പിലേക്കും അറേബ്യൻ രാജ്യങ്ങളിലേക്കും വളർന്നു വികസിച്ച ഈ ഇടപാടുകൾ അതൊരു വലിയ സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങൾക്ക് അടിത്തറ പാകിയതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം അതാണ്. ഈ സ്പൈസ് റൂട്ട് വഴിയാണ് നമ്മുടെ സമ്പന്നമായ കേരളത്തിൻ്റെ സംസ്കാരം രൂപപ്പെടുന്നത്. ഇവിടെ ക്രൈസ്തവ മതം വരുന്നത്, ബുദ്ധമതം വരുന്നത്, ജൈനമതം വരുന്നത്, നമ്മുടെ വിദ്യാഭ്യാസം വളർന്നത്, നമ്മുടെ കലയും സംസ്കാരവും എല്ലാം വളർന്നത് ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്. അങ്ങനെ വളർന്നു വന്ന ഒരു കലയുടെ അത്തച്ചമയത്തിൻ്റെയും അതുപോലെ നമ്മുടെ ഉത്സവാഘോഷങ്ങളുടെയും എല്ലാം ഒരു മടിത്തട്ടെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് ഈ തൃപ്പൂണിത്തുറ നഗരം. തൃപ്പൂണിത്തുറ നഗരം നമ്മുടെ കൊച്ചി രാജവംശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. കൊച്ചി രാജവംശത്തിൻ്റെ നല്ല തിരുശേഷിപ്പുകൾ ഇവിടെ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. നമ്മുടെ ഈ നഗരത്തിൻ്റെ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എറണാകുളം നഗരത്തിലെ റെയിൽവേ ലൈൻ വരുന്നതിന് തങ്ങളുടെ ഭഗവാന്റെ കോലം എഴുന്നള്ളിക്കുന്ന സ്വർണ്ണക്കോലം അത് വിറ്റ് അത് പണമാക്കി. അങ്ങനെയാണ് എറണാകുളത്തിൻ്റെ വികസനത്തിന് രാജവാഴ്ചക്കാലത്ത് രാജവംശം സ്വീകരിച്ച നിലപാട്. അതിനെല്ലാം അങ്ങേയറ്റം ആദരവോടെയും ബഹുമാനത്തോടു കൂടിയും ഞാൻ കാണുകയാണ്. ഇപ്പോൾ രാജവാഴ്ചക്കാലം കഴിഞ്ഞ് നമ്മൾ ജനാധിപത്യത്തിലേക്ക് വരുമ്പോഴും തൃപ്പൂണിത്തുറ റോയൽ ഫാമിലിക്ക് നൽകുന്ന ഒരു മാന്യമായിട്ടുള്ള അംഗീകാരവും അതും എല്ലാം നിലനിൽക്കുന്നുണ്ട്. അവർക്ക് അതിൻ്റേതായിട്ടുള്ള ആദരവും എല്ലാം ഇന്നത്തെ തലമുറയും നൽകുന്നുണ്ട്. ഗവൺമെൻറ്റും ആ പരിഗണന നൽകുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ നമ്മുടെ കഥകളിയാണെങ്കിൽ, ക്ഷേത്രകലകളാണെങ്കിൽ കഥകളി, ഓട്ടംതുള്ളൽ, അതുപോലെ തന്നെ ഉള്ള ഒരുപാട് കലാരൂപങ്ങൾ, സംഗീതം എല്ലാം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാൽ വളരെ സമ്പന്നമായിട്ടുള്ള ഒന്നാണ്. ഒരുപാട് കലാകാരന്മാർ, പള്ളുരുത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടക കലാകാരന്മാരുടെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. നമ്മുടെ പപ്പുക്കുട്ടി ഭാഗവതർ, യേശുദാസിൻ്റെ കൂടി ഗുരുവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥലമാണ്, അർജുനൻ മാഷിൻ്റെ സ്ഥലമാണ്. ഇവിടെയും നമ്മുടെ തൃപ്പൂണിത്തുറ നഗരത്തിൽ ഒരുപാട് കഥകളി ആചാര്യന്മാരുടെയും സിനിമാ നടന്മാരുടെയും എല്ലാം പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അങ്ങനെ സമ്പന്നമായൊരു സാംസ്കാരിക പൈതൃകമുള്ള ഒരു മണ്ഡലമാണ് നമ്മുടെ ഈ തൃപ്പൂണിത്തുറ മണ്ഡലം. തീർച്ചയായും ആ സമ്പന്നമായ ഭൂതകാലത്തെ, അതിൻ്റെ ഇന്നത്തെ വർത്തമാനകാലത്തെ കൂടുതൽ പ്രോജ്വലിപ്പിക്കാൻ ആവശ്യമായ സാംസ്കാരികമായ ഇടപെടലുകൾ ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. മറ്റൊന്ന്, തൃപ്പൂണിത്തുറ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള മഹാരഥന്മാർ ഉൾക്കൊള്ളുന്നൊരു പ്രദേശമാണ്. ടി.കെ. രാമകൃഷ്ണൻ ആർക്കും മറക്കാൻ കഴിയില്ല. തൃപ്പൂണിത്തുറയുടെ ചരിത്രത്തോടൊപ്പം നമ്മൾ വായിച്ചെടുക്കുന്ന പേരുകളിൽ ഒന്നാണ് ടി.കെ. രാമകൃഷ്ണൻ. അദ്ദേഹം സംസ്കൃത പണ്ഡിതനായിരുന്നു, കലാകാരനായിരുന്നു, നാടകകൃത്തായിരുന്നു, നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നായകന്മാരിൽ ഒരാളായിരുന്നു. അദ്ദേഹം നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി കൂടിയായിരുന്നു. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കുടിൽ ഭാസ്കരൻ എന്നറിയപ്പെടുന്ന വ്യക്തി. നമ്മുടെ നാടിൻ്റെ വളർച്ചയിൽ, പ്രത്യേകിച്ച് കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ മുന്നേറ്റത്തിൽ ഈ തൃപ്പൂണിത്തുറയും അതിൻ്റെ പരിസരങ്ങളും വ്യവസായ ആവശ്യത്തിന് വേണ്ടി സ്ഥലമെടുക്കുമ്പോൾ കർഷക തൊഴിലാളിക്ക് അവരുടെ സംരക്ഷണത്തിന് ആവശ്യമായ സഹായങ്ങൾ വേണമെന്ന് ഇന്ത്യയിൽ ഒരുപക്ഷെ ഏറ്റവും ആദ്യം ആവശ്യപ്പെട്ടത് ശ്രീ ഭാസ്കരൻ്റെ നേതൃത്വത്തിലുള്ള സമരങ്ങളായിരുന്നു അരങ്ങേറിയത്. ആ സമരങ്ങളുടെ എല്ലാം ഫലമായിട്ടാണ് ഇന്ന് അടിച്ചമർത്തപ്പെട്ട ആളുകളുടെ ഈ മേഖലകളിൽ നമുക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള പള്ളുരുത്തിയിലെ ശ്രീ ഇ.കെ. നാരായണൻ മുൻ മേയറായിരുന്നു, CPI-ൻ്റെ സമുന്നതനായ നേതാവായിരുന്നു. ഇന്ത്യയിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന അത്യപൂർവമായ സമരങ്ങളിൽ, മുന്നേറ്റങ്ങളിൽ
രക്തസാക്ഷിയായ AG വേലായുധൻ, അദ്ദേഹം വൈപ്പിൻ സ്വദേശിയാണ്. ആ പാലിയൻ സത്യാഗ്രഹം, സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന പാലിയൻ സത്യാഗ്രഹത്തിൽ ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്നും പാലിയത്തേക്ക് വലിയ സമരങ്ങൾ നയിച്ച ജനനേതാവായിരുന്നു സഖാവ് EK നാരായണൻ. അതുപോലെ അർജുനൻ മാഷിൻ്റെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ 100ാം ജന്മദിനം ഇപ്പോൾ ആഘോഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ധർമ്മൻ ചേട്ടനെ പോലുള്ള ആളുകൾ, ഇടക്കൊച്ചി പ്രഭാകരൻ, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പുത്രൻ ഇടക്കൊച്ചി സലീം കുമാർ, അങ്ങനെ കാതികന്മാരും കഥാപ്രസംഗ കലാകാരന്മാരും എല്ലാം അടങ്ങുന്ന ഒരു മേഖലയാണ്. അങ്ങനെ ഒട്ടേറെ കലാകാരന്മാർ, കലാപ്രകടനങ്ങൾ എല്ലാമുള്ള നമ്മുടെ അത്തച്ചമയം ഉൾപ്പെടെയുള്ള മനോഹരമായ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൻ്റെ സാംസ്കാരിക സമ്പന്നതയെ നമുക്ക് പ്രോജ്വലിപ്പിക്കേണ്ടതുണ്ട്. സ്ഥിരമായ കലാസ്വാദനത്തിനും പ്രദർശനത്തിനുമെല്ലാമുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാകേണ്ടതാണ്. എന്തുകൊണ്ടോ കഴിഞ്ഞ 5 കൊല്ലക്കാലത്തിനിടയിൽ അത്തരം കാര്യങ്ങൾക്കൊന്നും നേതൃത്വം നൽകാൻ കഴിയാതെ പോയി. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വന്നാൽ കലാസാംസ്കാരിക പ്രകടനങ്ങൾക്കും അതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം തീർച്ചയായിട്ടുമുള്ള നടപടികളുണ്ടാകും. അതിന് സ്ഥിരം വേദികളുണ്ടാകും.